രക്ഷപ്പെട്ടതായി കരുതുന്നവൻ തന്നെ ആയിരിക്കില്ലേ കൊലയാളി? എന്നാൽ അവൻ്റെ എല്ലും മുള്ളും വാസു നുറുക്കിയതല്ലേ? പിന്നെ ആരായിരിക്കും ഈ കൊലയാളി എന്ന് ഇപ്പോഴും ഉറപ്പില്ലാതെ അന്വേഷണ സംഘം. പിന്നെ മേലുദ്യോഗസ്ഥർക്ക് ദേഷ്യം വരാതിരിക്കുമോ? കൊലയാളി എന്ന കുറ്റാന്വേഷണ നോവലിൻ്റെ 28ാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം, രചനയും അവതരണവും ഇമ്മാനുവൽ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം വിശദമായി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് 1 മണിക്കൂറോളം നേരം നടന്നു. എന്നിട്ടും ഒരു അസ്ഥി പോലും കിട്ടിയില്ല. നിരാശ തോന്നിത്തുടങ്ങിയ നിമിഷത്തിലാണ് ഒരു തലയോട്ടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വനത്തിൽ നിന്ന് കിട്ടുന്ന തലയോട്ടി ചിലപ്പോൾ ശിങ്കളത്തിൻ്റേതോ മന്തിയുടേതോ ആകാനുള്ള സാധ്യതയുമുണ്ട്. കരിങ്കുരങ്ങ് വർഗത്തിൽപ്പെട്ട അപൂർവമായ 2 ഇനം ജീവികളാണ് അത് രണ്ടും. ശിങ്കളം എന്നു പേരുള്ളത് വാലിന് നീളം തീരെ കുറഞ്ഞ കറുത്ത നിറമുള്ള കുരങ്ങ് വർഗത്തിൽപ്പെട്ട വലിയ ജീവിയാണ്. മന്തിയും കറുമ്പൻ തന്നെ നീണ്ട വാലുമുള്ളതാണ്. അവ വലിപ്പം കുറവായിരിക്കും. അത് കുരങ്ങുകളുടേതാണോ എന്ന് തിരിച്ചറിയാൻ പരിചിതരായ വനപാലകർക്ക് ബുദ്ധിമുട്ടില്ല. വനപാലകർ വിശദമായി നോക്കിയതിനു ശേഷം അങ്ങനെയല്ലാത്തതുകൊണ്ടാണ് സംഘത്തിന് കൈമാറിയത്. അത് ഭദ്രമായി എടുത്ത് ജോസ് മാത്യു കൊണ്ടുവന്ന ആളിനെ ഏൽപ്പിച്ചു. അയാൾ ജോസ് മാത്യുവിന് പരിചയവുമുള്ള ഒരു ചുമട്ടുതൊഴിലാളിയാണ്. ഒരെണ്ണം കിട്ടിയതോടെ എല്ലാവർക്കും കൂടുതൽ താല്പര്യമായി. സംഘാംഗങ്ങൾ വനത്തിൽ പിന്നെയും പരിശോധന നടത്തി. 2 മണിക്കൂർ നേരത്തെ വിശദമായ പരിശോധനകൾക്ക് ശേഷം 4 തലയോട്ടികളും കുറേ അസ്ഥി കഷ്ണങ്ങളും കണ്ടുകിട്ടി. അത്രയും സാധനങ്ങൾ കിട്ടിയതിന് ശേഷം അവർ പിന്നെയും കുറേ ദൂരം കൂടി നടന്നു തിരഞ്ഞു. എങ്കിലും പിന്നീട് ഒന്നും ലഭിച്ചില്ല. ഉച്ചവരെ വനത്തിലൂടെ നടന്നു തിരഞ്ഞു കഴിഞ്ഞിട്ടാണ് തിരച്ചിൽ മതിയാക്കാൻ ജീവൻ ജോസ് സമ്മതിച്ചത്. അടുത്ത നടപടി എന്ത് എന്നതിനെക്കുറിച്ച് സംഘാംഗങ്ങൾക്കിടയിൽ ചില്ലറ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് മാത്രം ചെയ്യാനുള്ളതാണ് ബാക്കി കാര്യങ്ങൾ. അതുകൊണ്ട് അതോർത്തിപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ പ്രധാന വിഷമം കുടൽ കരിഞ്ഞു പോകുമെന്ന് തോന്നുന്ന തരത്തിലുള്ള വിശപ്പാണ്. എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടണമെങ്കിൽ തന്നെ റേഞ്ച് ഓഫീസിൽ വരെ ചെല്ലണം. എന്നാലും കിട്ടുമെന്ന് തീർച്ചയൊന്നുമില്ല താനും. ഒന്നും പറഞ്ഞേൽപ്പിച്ചിട്ടില്ലല്ലോ. മടക്കയാത്രയിൽ റേഞ്ച് ഓഫീസിൽ എത്തുന്നതുവരെ ആരും ഒന്നും സംസാരിച്ചില്ല. വിശപ്പ് കാരണം സംസാരിക്കാൻ തോന്നാത്തതുകൊണ്ടാണോ? അന്വേഷണ സംഘത്തിലുള്ളവരല്ലാതെ മറ്റുള്ളവർ കൂടെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ഉറപ്പായും പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ പോലും റേഞ്ച് ഓഫീസിൽ നിന്നും അവർക്ക് ഭക്ഷണം ലഭിച്ചു. സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർക്ക് നന്ദി പറഞ്ഞു. പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യം അവർക്കില്ല. സമയം കളയാനുമില്ലല്ലോ. അതുകൊണ്ട് സംഘാംഗങ്ങൾ അവിടെ നിന്നും തങ്ങളുടെ വാഹനത്തിൽ മടങ്ങിപ്പോന്നു. ഫയർ വാച്ചർക്ക് ഒരു തുക പ്രതിഫലമായി കൊടുക്കാൻ ജീവൻ ജോസ് മറന്നില്ല. പ്രത്യേകം അയാളോട് നന്ദി പറയുകയും ചെയ്തു. ജോസ് മാത്യു കൂട്ടിക്കൊണ്ടുവന്ന ചുമട്ടുകാരനും ന്യായമായ പ്രതിഫലം കൊടുത്തു. സന്തോഷത്തോടെയാണ് അയാളെയും അയാൾക്കിറങ്ങേണ്ട സ്ഥലത്ത് ഇറക്കിവിട്ടത്. അവിടെ നിന്നും വണ്ടി വിട്ടപ്പോൾ ജീവൻ തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത്. നമ്മൾ എന്ത് കരുതിയാണോ വനത്തിലേക്ക് അന്വേഷണത്തിന് പോയത്, അത് ഏതാണ്ട് ശരിയാണെന്നാണ് ഇതുവരെ കിട്ടിയതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. ഇനി ഇതിൻ്റെയെല്ലാം DNA പരിശോധനകൾ കൂടി നടത്തിയാൽ അതൊരു കുടുംബത്തുള്ളവരാണോ എന്നറിയാൻ കഴിയും. ഏതെങ്കിലും ഒരു അസ്ഥി കഷ്ണമെങ്കിലും 5ാമത്തെ ആളുടേതാണെങ്കിൽ നമ്മളുടെ നിഗമനം തിരുത്തേണ്ടി വരും. അതല്ലെങ്കിൽ തീർച്ചയായും അവരിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകണം. ആരും തന്നെ പിന്നീട് ഒന്നും അതേപ്പറ്റി സംസാരിച്ചില്ല. എല്ലാവരും അവരവരുടേതായ രീതിയിൽ ചിന്തിക്കുകയായിരുന്നു. ഇനി ചാത്തൻ പറമ്പിലെ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും
ഭാസ്കരൻ്റെയും വീരൻ്റെയും മൊഴികൾ പ്രകാരം അയാൾ മൃതപ്രായനായിരുന്നു. അപ്പോൾ പിന്നെ മറ്റാരുടെയെങ്കിലും കൈകൾ അയാളുടെ രക്ഷപ്പെടലിന് പിന്നിൽ ഉണ്ടാകണമല്ലോ. തീർച്ചയായും ആരുടെയെങ്കിലും സഹായമുണ്ടാകണം. വീരൻ പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ ചാക്കുകെട്ട് വനത്തിൽ ഒഴിവാക്കിയിട്ടാണ് അവർ പോന്നത്. ചാക്കിൻ്റെ അംശങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് കാലാന്തരത്തിൽ പൊടിഞ്ഞു പോയതാകാം. അല്ലെങ്കിൽ അവർ ഒഴിവാക്കി പോയ കെട്ട് അതേപടി തന്നെ ആരെങ്കിലും പൊക്കിയിട്ടുണ്ട്. ഇപ്പോഴുള്ള സ്ഥിതി വെച്ച് നോക്കിയാൽ ഇതിനുള്ളിലേക്ക് സാധാരണ മനുഷ്യരാരും കടന്നു വരാൻ തയ്യാറാവുകയില്ല. പിന്നെ ഇതിലേക്ക് വരാൻ സാധ്യതയുള്ളത് നായാട്ടുകാരോ ആദിവാസികളോ ആയിരിക്കും. ഇതിനുള്ളിൽ എവിടെയെങ്കിലും ആദിവാസി കോളനികളുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിൽ ആരെങ്കിലും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ടാകാം. അങ്ങനെ വല്ല കോളനികളും ഉണ്ടെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ച് വിശദമായി അന്വേഷിച്ചാൽ ചിലപ്പോൾ അഞ്ചാമത്തെ ആളുടെ വിവരങ്ങളും ലഭിച്ചേക്കും. എന്തിനും ഏതിനും ഇപ്പോൾ കിട്ടിയ വസ്തുക്കളുടെ DNA പരിശോധന കഴിയട്ടെ. അപ്പോൾ മാത്രമേ നമുക്ക് അന്തിമമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ. ആ പരിശോധനാ റിപ്പോർട്ട് കിട്ടുന്ന അത്രയും കാലം കൊലയാളിയുടെ ലിസ്റ്റിലുള്ളവർ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അവർക്ക് ന്യായമായി സംരക്ഷണം കൊടുക്കുകയല്ലേ വേണ്ടത്? കൂട്ടത്തിൽ ഉമ്മച്ചനെ സംശയിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അയാളെ പൊക്കിയാൽ ചിലപ്പോൾ ബാക്കി കാര്യങ്ങളും കിട്ടിയേക്കും. മതിയായ തെളിവില്ലാതെ ഉമ്മച്ചനെ പോലെ ഒരാളെ തൊടാൻ പോലും നമുക്ക് കഴിയില്ല. ഇനി നമ്മൾ കസ്റ്റഡിയിലെടുത്താൽ പോലും സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ വിടാൻ പറഞ്ഞ് വിളിക്കാൻ തലപ്പത്ത് ആളുകൾ ധാരാളമുണ്ടെന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷം മാത്രമായിരിക്കണം അയാളെ നമ്മൾക്ക് സമീപിക്കാൻ. പഴുതുകൾ അടയ്ക്കേണ്ടി വരികയും ചെയ്യും, അയാളെ നമുക്ക് സമീപിക്കേണ്ടി വരികയും ചെയ്യും. ആ കാര്യം തീർച്ചയാണ്. അതിനു മുൻപ് ഒരു കാര്യം ചെയ്യാം. അയാൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കാൻ കഴിയും. പക്ഷേ അയാളത് സ്വീകരിക്കുമെന്ന് ഒരു തീർച്ചയുമില്ല. അയാൾക്ക് സ്വന്തമായി തന്നെ സംരക്ഷണത്തിന് ആവശ്യത്തിലും കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് പറയാനാണ് സാധ്യത. മോഹനൻ സാറുമായി ആലോചിച്ചതിന് ശേഷം ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. ഓഫീസിലെത്തുന്നതിന് മുൻപ് തന്നെ ജീവന് മോഹനൻ സാറിൻ്റെ ഫോൺ വന്നു. അപ്പോഴാണ് സംഘാംഗങ്ങൾ പരസ്പരമുള്ള ചർച്ച നിർത്തിവെച്ചത്. ജീവൻ ജോസിനോട് മോഹനൻ സാറിൻ്റെ ഓഫീസിലേക്ക് ചെല്ലണമെന്നും SP അയാളെ കാത്തിരിക്കുന്നുണ്ടെന്നുമാണ് ഫോണിലൂടെ പറഞ്ഞത്. കേസ് അന്വേഷണത്തെ സംബന്ധിച്ച് ഇതുവരെയും SP-യുമായി ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. SP ഷാഹുൽ ഹമീദിനെ പറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ഉള്ളത്. ഡിഗ്രി കഴിഞ്ഞ ഉടനെ SI സെലക്ഷൻ കിട്ടിയതാണ്. സർവീസിൽ കയറിയ ഷാഹുൽ ഹമീദ് അന്നു മുതലേ ഭരണകക്ഷിയുടെ വേണ്ടപ്പെട്ടവനാണ്. ആര് ഭരിച്ചാലും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. കേസുകൾ അന്വേഷിച്ച് തെളിയിക്കുന്നതിൽ തീരെ കഴിവ് കുറവാണ്. എങ്കിലും കീഴുദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കേസുകളുടെ ക്രെഡിറ്റ് സ്വന്തം പേരിലാക്കാൻ അദ്ദേഹം വിരുദ്ധനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ പ്രമാദമായ പല കേസുകളും തെളിയിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സത്യസ്ഥിതി അറിയാവുന്നത് അന്ന് കേസ് അന്വേഷിച്ച് കണ്ടെത്തിയവർക്ക് മാത്രമായിരിക്കും. അന്നത്തെ മേലുദ്യോഗസ്ഥർക്കും ചിലപ്പോൾ സത്യമറിയാമായിരിക്കും. സഹപ്രവർത്തകർക്ക് പോലും അദ്ദേഹം ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഹമീദ് സാറിൻ്റെ സ്വാധീനം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് എതിര് പറയാൻ പോലും സഹപ്രവർത്തകർക്കും ഭയമാണ്. ഹമീദ് സാർ ഇപ്പോൾ തന്നെ കാണണമെന്ന് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാതലായ താല്പര്യമുണ്ടാകും. എന്തു തന്നെയാണെങ്കിലും മുൻവിധിയോടുകൂടി അതിനെ സമീപിക്കാം എന്നല്ലാതെ യഥാർത്ഥത്തിലുള്ള വിവരം അറിയണമെങ്കിൽ സാറിൻ്റെ അടുത്ത് ചെല്ലുക തന്നെ വേണം. മോഹനൻ സാറിനും
ഷാഹുൽ ഹമീദ് സാറിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും മേലുദ്യോഗസ്ഥനായ സ്ഥിതിക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അന്വേഷണത്തിൽ ഇടപെടുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും മോഹനൻ സാർ സമ്മതിക്കില്ല. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ ആരെയും അനുവദിക്കുകയുമില്ല. എന്നാലും സീനിയറും മേലുദ്യോഗസ്ഥനുമായ ഒരാൾ അന്വേഷണത്തിൽ ഇടപെടാൻ ശ്രമിച്ചാൽ മോഹനൻ സാറിന് എങ്ങനെ തടയാൻ കഴിയും? അതുകൊണ്ട് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് നല്ലതിനായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അധികം വൈകാതെ തന്നെ ജീവൻ DYSP ഓഫീസിലെത്തി. രണ്ടുപേരെയും സല്യൂട്ട് ചെയ്തതിന് ശേഷം ചോദ്യഭാവത്തിൽ മോഹനൻ സാറിനെ നോക്കി. നീയും സംഘവും വനത്തിൽ തിരയാൻ പോയിട്ട് പ്രതീക്ഷിച്ചതുപോലെ എന്തെങ്കിലും കിട്ടിയോ? നിന്റെ സംശയം ശരിയാണെന്നെങ്ങാനും തെളിഞ്ഞോ? ലഭിച്ച കാര്യത്തെപ്പറ്റി ഹമീദ് സാറിൻ്റെ കേൾക്കൽ പറയാവുന്ന അത്രയും കാര്യങ്ങൾ മോഹനൻ സാറിനോട് പറഞ്ഞു. അതിനുശേഷം ഇത്രയും കൂടി കൂട്ടിച്ചേർത്തു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ നിഗമനം. അത് തീർച്ചയാക്കണമെങ്കിൽ പരിശോധനയുടെ ഫലം ലഭിക്കണം. അങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് പ്രതിയോഗികളോട് പ്രതികാരം ചെയ്യാൻ ഇത്രയേറെ വർഷങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമെന്താണ്? അതുകൊണ്ട് ആ ഒരു സാധ്യത ജീവൻ്റെ വെറും തോന്നലാണ് എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അത് പറഞ്ഞത് ഹമീദ് സാറാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തോന്നലുകളും ചില സമയത്ത് പ്രതികളിലേക്കെത്താൻ നമ്മെ സഹായിക്കാറുണ്ടല്ലോ സാർ. ഇല്ലായ്മയിൽ നിന്നും ഒരു കേസിൻ്റെ അന്വേഷണം തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത്തരം വഴികളിൽ സഞ്ചരിക്കേണ്ടി വന്നേക്കാമല്ലോ. ഹമീദ് സാറിൻ്റെ മേൽനോട്ടത്തിലാണ് ചാത്തൻ പറമ്പിൽക്കാരുടെ തിരോധാനത്തിനെ സംബന്ധിക്കുന്ന കേസിൻ്റെ അന്വേഷണം നടന്നത്. അന്വേഷിച്ചത് ബഷീർ സാറാണെങ്കിലും അന്ന് DYSP ഹമീദ് സാർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അന്നു മുതൽ തന്നെ ചാത്തൻ പറമ്പിൽ കുടുംബം ഒരുമിച്ച് നാട് വിട്ടതാണെന്ന് സംശയമുണ്ടായിരുന്നു എന്നാണ്. അത് അന്വേഷണ റിപ്പോർട്ടിൽ പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ വനത്തിൽ നിന്ന് ഇങ്ങനെ ലഭിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ നിഗമനത്തിന് ചെറിയ മാറ്റം വരുത്താം എന്ന് തോന്നുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. വനത്തിലെത്തിയപ്പോൾ കൂട്ടത്തിൽ ആരെങ്കിലും ഒരുത്തൻ ബാക്കിയുള്ളവരെയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് സ്ഥലം വിറ്റ് കിട്ടിയ പണവുമായി മുങ്ങിയിട്ടുണ്ടാകും. പിന്നെ എങ്ങനെയാണ് അവൻ്റെ തലയോട്ട് ലഭിക്കുക? അങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരുവൻ പ്രതികാരം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഹമീദ് സാർ ആ കഥ പറഞ്ഞെങ്കിലും അതൊരു കഥയ്ക്ക് വേണ്ടി മാത്രം കൊള്ളാമെന്നല്ലാതെ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ആർക്കും കൊടുക്കാൻ കഴിയില്ല. അത് എവിടെയും നിലനിൽക്കുകയും ഇല്ല. ജീവന് അപ്പോൾ തോന്നിയത് സാറിനും അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടോ എന്നാണ്. നേരിട്ടിടപെട്ടൊന്നും ഉണ്ടായിരിക്കില്ല. എങ്കിൽ പോലും ഉമ്മച്ചനുമായി വളരെ അടുപ്പമുള്ളതുകൊണ്ട് ചിലപ്പോൾ വിവരങ്ങൾ അദ്ദേഹം അറിഞ്ഞിട്ടാകണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു കഥ മെനയുന്നതും. അങ്ങനെ പണവുമായി മുങ്ങണമെങ്കിൽ തന്നെ അവർക്ക് സ്ഥലം വിറ്റ് പണം കിട്ടിയിട്ടുണ്ടാകണ്ടേ സാർ? എനിക്കിപ്പോൾ മനസ്സിലായതിന് പ്രകാരമാണെങ്കിൽ ആ സ്ഥലം വിറ്റ വകയിൽ അവർക്ക് നയാ പൈസ പോലും കിട്ടിയിട്ടില്ല. പിന്നെ എന്താണ് അടിച്ചു കൊണ്ടുപോകാനുള്ളത്? അതെന്തു മണ്ടത്തരമാണ് താൻ പറയുന്നത്? പണം വാങ്ങാതെ ആരെങ്കിലും സ്ഥലം വിൽക്കുമോ? എന്തു പറഞ്ഞാലും വിശ്വസിക്കും എന്ന് വിചാരിച്ച് മേലുദ്യോഗസ്ഥനോട് നുണ പറയാൻ പാടില്ല. അത് അറിയാമല്ലോ. അതറിയാം സാർ. ഞാൻ പറഞ്ഞത് നുണയല്ല, വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആ മൊഴി തനിക്ക് കോടതിയിൽ പറയിപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്രതീക്ഷിതമായി ഹമീദ് സാറിൽ നിന്നും വീണ ആ വാക്കുകൾ ജീവൻ അപ്പോൾ തന്നെ തൻ്റെ മനസ്സിൽ കുറിച്ചുവെച്ചു. വീരൻ്റെ കൊലപാതകമാണോ അതോ ഭാസ്കരൻ മനോരോഗിയാണെന്ന് വാദമായിരിക്കുമോ തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം കരുതിയിരിക്കുന്നത്?
ഈ സംഭവങ്ങളിൽ എന്തിലെങ്കിലുമൊക്കെ അദ്ദേഹത്തിനും മനസ്സറിവുണ്ടായിരിക്കണം. അന്വേഷണ വിവരങ്ങൾ മേലുദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ കൈമാറാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അത് കൈമാറാൻ തനിക്ക് ബാധ്യതയുള്ളത് അന്വേഷണ മേലുദ്യോഗസ്ഥനായ മോഹനൻ സാറിനാണ്. അതുകൊണ്ട് ഹമീദ് സാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടില്ലായിരിക്കും. നിർണായകമായ വിവരങ്ങൾ മറച്ചുവെച്ചതിന് ശേഷം ഏകദേശം ഒരുവിധം വിശ്വാസയോഗ്യമായ ഒരു കഥ ജീവൻ രൂപീകരിച്ചു. ഭാസ്കരൻ്റെ കാര്യം പോലും മിണ്ടിയില്ല. അത് നേരത്തെ മോഹനൻ സാറിനോട് പറഞ്ഞിരുന്നതാണ്. എങ്കിലും ഹമീദ് സാറിൻ്റെ സാന്നിധ്യത്തിൽ ആ കാര്യം എടുത്തിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ താൻ സംശയിക്കുന്നത് പോലെ ഇയാളും അതിലെ പ്രതിയാണെങ്കിൽ ചിലപ്പോൾ ഭാസ്കരനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കാൻ പോലും ഇവർ തയ്യാറായി എന്ന് വരും. വിശ്വാസ്യത അല്പം കുറവാണെങ്കിൽ പോലും ഭാസ്കരനെ കൊണ്ട് കോടതിയിൽ മൊഴി കൊടുപ്പിക്കാൻ കഴിഞ്ഞാൽ അത് പ്രോസിക്യൂഷൻ്റെ വാദം ബലപ്പെടുത്താൻ ഉപയോഗിക്കാൻ കഴിയും. മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും ഭേദപ്പെട്ട നിലയിലാണെന്ന് തനിക്ക് തെളിയിക്കാനും കഴിയും. ഇനിയും കൊല്ലപ്പെടാനുള്ള 5 പേരിൽ ഒരാളായിരിക്കുമോ ഹമീദ് സാർ? ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വെച്ച് അല്ലെന്ന് തീർത്ത് പറയാൻ കഴിയില്ല. അതേയെന്നും. ഏതായാലും അടുത്ത ഭാഗങ്ങളിൽ അറിയാം. പരമാവധി നന്നാക്കാം എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്യുന്നതൊക്കെ. എന്നാൽ പോലും കുറവുകൾ കണ്ടെന്നു വരും. നിങ്ങളത് ക്ഷമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കുറവുകൾ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചിട്ടേക്കണേ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും സർവാത്മനാ സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾ ചെയ്യുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.